അവിടുത്തെ പോലീസ് ആ പരാതി സ്വീകരിച്ചിട്ടും നടപടിയെടുക്കാത്ത പോലീസും ഈ കേസിൽ പ്രതികളാണ്. അപ്പോ ഇവരെല്ലാം കൂടി ഞാൻ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ശ്രീ പി വി അൻവർ നിയമസഭ ഇവിടെ അരുൺകുമാർ സൂചിപ്പിക്കുന്നത് അദ്ദേഹം അരുൺകുമാറാണോ ജിൻഡോ ആണോ സൂചിപ്പിച്ചു അദ്ദേഹം നിയമസഭയ്ക്കകത്തും ഇവിടെ ജനപ്രതിനിധിയായിരുന്നപ്പോൾ LDF-നകത്തും നിയമസഭയ്ക്കകത്തുമൊക്കെ ഈ വിഷയങ്ങൾ പലവട്ടം ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. അതിനുശേഷവും പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഗവൺമെന്റുമായി തന്നെ അദ്ദേഹം തെറ്റി പിരിഞ്ഞ് അദ്ദേഹം പടിയിറങ്ങിയത്. വന്യജീവി നിയമത്തിലെ ഭേദഗതി ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണം തടയണമെന്നും ഇവിടെ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും ഒക്കെ നിരന്തരമായി ശ്രീ പി വി അൻവർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ അവഗണിച്ച ആളുകളാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ. സംസ്ഥാന ഗവൺമെന്റ് ഒന്നാം പ്രതി തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ സമരം നടത്തിയതിനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തുമാട്ടെ, അവരവരുടേതായ രീതിയിൽ രാഷ്ട്രീയമായി അതിനെ ഒരു മുതലെടുപ്പിന് വേണ്ടി സമരം നടത്തിയത് എന്തുമാട്ടെ. പക്ഷേ ആ സമരം നടത്തിയതിൽ ആസൂത്രിതമായുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ആ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട്. അത് ഏറ്റെടുക്കണം. അതേറ്റെടുത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ മരിക്കാൻ ഇടയായ സാഹചര്യത്തിന് കാരണക്കാരായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതോടൊപ്പം മതിയായ നഷ്ടപരിഹാരം കേന്ദ്രം തരുന്ന കുറച്ച് നല്ല കപ്പിച്ച പൈസ കൊടുത്ത് അവരെ ആ കുടുംബത്തെ അവഗണിക്കാതെ ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ മരണത്തിൽ ആ സാധു കുടുംബത്തെ ഒരു 25 ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് അവരെ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിലെ ഈ മരണത്തെ ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ശ്രീ പി വി അൻവർ പറഞ്ഞ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ.